അത് കുറച്ചൊക്കെ മോശാവില്ല, ഉഷാറാകും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നിയ്യത്തോടെ നല്ല ഭക്ഷണം കൊടുക്കുക. ഉസ്താദുമാർക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. നിസ്കരിക്കുന്നവരും ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്നവരും നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നവരും വലിയ ഖിദ്മത്തല്ലേ അവർ ചെയ്യുന്നത്. നല്ല നിയ്യത്തോടെ കൊടുക്കുക. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു. ഈ സമയത്ത് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഇത് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ രാത്രിയല്ലേ, തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പോകണ്ടെന്ന് വെച്ച് സുബഹിക്ക് പോകാൻ കരുതി. ആ വർദ്ധിച്ച ഭക്ഷണം അവിടെ വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റൂമിലേക്ക് പോകുമ്പോ ഈ വിവരം പറഞ്ഞു. മദീന പള്ളിയിൽ നിന്ന് സബക്ക് കഴിഞ്ഞ് ദർസ് കഴിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ എന്റെ വീട്ടിൽ വന്ന അതിഥികൾ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഒരു പിടി ഭക്ഷണം എടുക്കുമ്പോഴേക്ക് പാത്രത്തിൽ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. വല്ലതും നിങ്ങളെ വീട്ടിൽ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അല്പം കൊണ്ടുവരൂ. ബറക്കത്തുള്ള ഭക്ഷണം ചോദിച്ച് വാങ്ങുന്നത് നല്ലതാണ്. ഇമാമിങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ബറക്കത്തുള്ള ഭക്ഷണം ആരുടെയെങ്കിലും പക്കൽ സൂക്ഷിപ്പുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങുന്നത് നല്ലതാണ്. തലേ ദിവസം രാത്രിയിലുള്ള ഭക്ഷണമാണ് പിറ്റേന്ന് സുബ്ഹിക്ക് ശേഷം ഭക്ഷിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഉറങ്ങി എന്ന് കരുതിയിട്ട് ആ കറി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലൊന്നും ആയിട്ടില്ല, ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ അത് ചിന്തിക്കളയണ്ട, മറ്റൊരു ഭാഗത്തേക്ക് വേസ്റ്റാക്കി തള്ളണ്ട, ഭക്ഷണം ഒഴിച്ചു കളയണ്ട. നമ്മുടെ രാജ്യത്ത് മണ്ണ് തിന്ന് ജീവിക്കുന്നവരുണ്ടെന്നുള്ള വിഷയം മറക്കാതിരിക്കണേ. മണ്ണ് കുഴച്ചുകൊണ്ട് തിന്നുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരിലുണ്ട്. ഭക്ഷണം കിട്ടാതെ പാത്രങ്ങളുമായി ഹോട്ടലിന്റെ മുന്നിൽ നടക്കുന്നവര് ഇന്നും പലയിടത്തും കാണാം. സുബ്ഹാനല്ലാഹ്. രാത്രി ഉറങ്ങിയ ഭക്ഷണം എന്ന നിലക്ക്, രാത്രി ഉറങ്ങിയ കറിയാണ് എന്ന നിലക്ക് വേസ്റ്റായി തള്ളിയേക്കരുത്. രുചി മാറ്റമോ കേടാകുന്ന രൂപത്തിലോ ആയിട്ടില്ലെങ്കിൽ അത് ഭക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി അതൊന്ന് പുതുക്കി ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നല്ല രൂപത്തിലാക്കാൻ പറ്റും. ഒന്നുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചില ചേരുവകളൊക്കെ ചേർത്താല് പഴയതിന്റെ അവസ്ഥ മാറിയിട്ട് പുതുമ വരുമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കലാണ് നല്ലത്. ആ വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഭക്ഷണത്തോടും തങ്ങൾ കാണിച്ച സ്വഭാവം, ഒരൊറ്റ ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു ഭക്ഷണത്തെ പോലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അകലഹു, തങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറകഹു, അല്ലേ തങ്ങൾ ഉപേക്ഷിക്കും. നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവന്നത് ഒരു 350 കിലോന് 350 രൂപ ആദ്യമായിട്ട് കൊടുത്തിട്ട് ഒരു കിലോ മീൻ വാങ്ങിക്കൊണ്ട് ഇതുവരെ കൊണ്ടുവന്നൊക്കെ 100, 150, 50 ഒക്കെ. ഇപ്പൊ ഒരു 350 കുറച്ച് നല്ല മീൻ കണ്ടപ്പോ ഒരു കിലോ വാങ്ങി കൊണ്ടുവന്നു. ആ മത്സ്യം കൊണ്ടുവന്ന് നമ്മുടെ പ്രിയപ്പെട്ട പത്നി, ഭാര്യ, അല്ലെങ്കിൽ മകള്, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ ഉമ്മ, അവരുടെ സമയങ്ങളൊക്കെ ഉള്ള സമയമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവര് ഉണ്ടാക്കിയെടുത്തതൊക്കെ പൊരിച്ച് റെഡിയാക്കി അതില് മുളകും മറ്റൊക്കെ റെഡിയായി കൊണ്ടുവന്നു മുന്നിൽ വെച്ചു. നല്ല വാസനയും നല്ല ടേസ്റ്റും നല്ല പൊരിയും ഒക്കെ റെഡി ആയിട്ട് നമ്മളെന്ത് പറഞ്ഞു? ഇങ്ങനെ പൊരിച്ചത് ഇതിനാപ്പത് കൊണ്ടുവന്നത് ഇങ്ങനൊക്കെ പൊരിക്കാനാണ് നാം മത്തി വാങ്ങിയാൽ മതി, അത്ര വിലക്കാതെ വാങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ തുടങ്ങുമ്പോ അടുക്കളയെന്ന് ഭാര്യ വിചാരിച്ചു, ഓ സമാധാനായി, ഇനിയിപ്പൊ രാത്രി പൊരിക്കണ്ടല്ലോ, അത് ഒന്നുകൂടി ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് കൊടുത്താൽ മതി. പ്ലേറ്റ് എടുക്കാമെന്ന് നോക്കുമ്പോ മുള്ളു മാത്രം. പറയാനുള്ളത് മൊത്തം പറഞ്ഞു, തിന്നാനുള്ളത് മൊത്തം തിന്നു. അതെന്ത് സ്വഭാവം, അതെന്ത് ശൈല സഹോദരങ്ങളെ. ഭാര്യ വന്നു നോക്കുമ്പോ ഒരൊറ്റ മീൻ്റെ തല പോലും ഇല്ല, തല അടക്കം മൂപ്പര് കടിച്ചു തുപ്പിയിട്ടുണ്ട്. അല്ല നിങ്ങളല്ലേ അത്, പിന്നെ ഞാനങ്ങനെ തിന്നപ്പോ അങ്ങനെ പിന്നെന്തിനാ പറഞ്ഞേ? പിന്നെന്തിനാ എത്രത്തോളം പറഞ്ഞത്? പറയരുത്. ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. ഭക്ഷണം ഇല്ലാത്തവരെ ഓർത്താല് നമുക്കങ്ങനെ കുറ്റം പറയാൻ തോന്നും. ഭക്ഷണം നേർക്ക് കിട്ടാത്ത ആളുകൾ
അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഡൽഹിയുടെ പരിസരത്ത് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് അവര്. പലർക്കും ഭക്ഷണമല്ല. 2 ദിവസം കൂടുമ്പോ ഒരു ഭക്ഷണം കിട്ടിയെങ്കിലായി ചിലർക്കൊക്കെ. ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുന്നവര് മനുഷ്യരല്ലേ സഹോദരങ്ങളെ, മുസ്ലിങ്ങളല്ലേ അവര്? അവരെ ഓർക്കണം നമ്മൾ. ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്.